കോസ്ഫോർഡ് എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി സാജൻ, ഇത് കല്ലടിമുഖം, കണ്ണമ്മൂല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് തുടങ്ങിയിരിക്കുന്നത്. പണം വാങ്ങിയ അദ്ദേഹം ഇവിടെ അറ്റകുറ്റപ്പണി വന്നാൽ പോലും സ്വന്തമായി പൈസ കൊടുത്ത് ചെയ്യണം. 8 വർഷത്തിനകത്ത് എന്ത് അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കാമെന്നാണ് എഗ്രിമെൻറ്റ്. അപ്പോൾ അത് ചെയ്യാറില്ല. ഇതിപ്പോൾ മലിനമായ ഈ പ്രദേശത്ത് കൊച്ചു കുട്ടികളൊക്കെ ഇഷ്ടം പോലെ, ഇപ്പോൾ എൻ്റെ മകളുടെ 2 കുട്ടിയുണ്ട്, 4 വയസ്സ് 6 വയസ്സ്, അങ്ങനെ 6 മാസം 1 വയസ്സ് 2 വയസ്സായ കുട്ടികൾക്ക് എല്ലാ അസുഖമാണ്. ഈ ഒരു പ്രാഥമിക കേന്ദ്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് തൈക്കാട് കൊണ്ടുപോകാതെ. ചിലർ ആട്ടോയ്ക്ക് പോലും പൈസ കാണില്ല, ഒരു പൈസ ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. തൈക്കാടാണെങ്കിൽ അവർ നേരെ റഫേർട്ട് SAT എന്നാണ് പറയുന്നത്, 300 രൂപയാണ് ആട്ടോയ്ക്ക്. അപ്പോൾ ഇത് വന്നതിന് ശേഷം കുട്ടികൾക്ക് സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഡോക്ടറുടെ ഒരു സഹായം ഉള്ളതുകൊണ്ട്, ഡോക്ടർമാരുടെ സഹായം ഉള്ളതുകൊണ്ട് ഈ വലിയ രോഗങ്ങൾ, മന്ത്രിരോഗമൊക്കെ കൂടുതലാണ്. ഇതൊരു കുളമാണെന്ന് പറഞ്ഞത്, ഇത് 2 ഏക്കറിൽ അധികം അടുപ്പിച്ച് വരുന്ന കുളമാണിത്. ഈ കുളം NK പ്രേമേന്ദ്ര മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം 50 ലക്ഷം അനുവദിച്ചു. അന്ന് ഇവിടെ ഇരുന്ന് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പൈസ യമുനാ നഗറിലേക്ക് അന്നിരുന്ന കൗൺസിലർ കൊണ്ടുപോയി. ഇവിടെയുള്ള ജനങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നെ EFI എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡ് അവർ 2 കോടി രൂപ വന്നു ഈ കുളം കുറച്ച് വൃത്തിയാക്കി, അവരെയും ചെയ്യാൻ അനുവദിച്ചില്ല. പിന്നീട് ഇത് നീന്തൽ കുളമാക്കാൻ വേണ്ടി ഞാൻ തന്നെ കളക്ടർക്ക് ഒരു പേപ്പർ കൊടുത്തു, ബിജു പ്രഭാർ സാറായിരുന്നു. അപ്പോൾ ഈ കുളം ഇപ്പോൾ 2022 5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സ്മാർട്ട് സിറ്റി വന്നു. അവർ വന്നു 60 ലക്ഷം രൂപ ചിലവായെന്നാണ് അവർ പറയുന്നത്. അവർ വന്ന് കംപ്ലീറ്റ് ചെളിയും എല്ലാം വാരിയതിന് ശേഷം അവർ സുപ്രാത്തിൽ അവർ ഇവിടെ നിന്ന് അവർ 2 ക്യാമറയൊക്കെ വെച്ചിരുന്നു, ഇവിടെ ചവറിടാതിരിക്കാൻ 4 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഇറിഗേഷൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇറിഗേഷൻ ഇവിടെ കൊണ്ടുവന്ന് കുറേ തെങ്ങും തടിയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് അവരും കുറേ ചെളിയൊക്കെ വാരിയിട്ട് ഇറിഗേഷനും പോയി. ഇതാരാണ് ഈ ചേരിയിലുള്ള? ഇത് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇത്രയും കോളനികളിലുള്ളതിൽ ഇതേപോലെ സൗകര്യങ്ങളുള്ള വിശാലമായ ഒരു കുളം വേറെയില്ല. ഈ ജില്ലയിലെ പല ഭാഗത്തുമുള്ള കുട്ടികളെ, സ്കൂൾ കുട്ടികളെ അല്ലാതെ നീന്തൽ പരിശീലിപ്പിക്കാൻ പറ്റിയ കുളമാണിത്. ഇത് കുളമാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുളിക്കാം, തുണി കഴുകാം, നീന്തൽ പരിശീലിപ്പിക്കാം.